കേരള തീരത്ത് മുങ്ങിയ MSC എൽസ-3 കപ്പൽ പൂർണ്ണമായും ഉയർത്താനുള്ള ദൗത്യം ഒരു കൊല്ലത്തോളം നീണ്ടുപോകും. കപ്പലിനുള്ളിലെ എണ്ണ നീക്കം ചെയ്യൽ തുടരുകയാണ്. ഇത് 10 ദിവസങ്ങൾക്കകം പൂർത്തിയാക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. നിതിൻ അംബുജൻ വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. പറയൂ നിതിൻ. ഗുഡ് മോർണിംഗ്. മത്സ്യത്തൊഴിലാളികൾക്ക് ആകെ ആശങ്കയുണ്ടാക്കുന്ന ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ ഈ കമ്പനിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ MSC എൽസ കപ്പൽ കടലിൽ നിന്ന് ഉയർത്തുക ശ്രമകരമായ ഒരു ദൗത്യമാണ്. ഏതാണ്ട് ഒരു വർഷത്തോളം ഈ ദൗത്യം നീളുമെന്നാണ് ഇപ്പോൾ കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ കപ്പലിനുള്ളിലുള്ള ഇന്ധനമെല്ലാം തന്നെ അത് നീക്കം ചെയ്യേണ്ടതുണ്ട്. അത് മാറ്റുന്ന നടപടി ഇപ്പോൾ തുടർന്നു വരികയാണ്. മറ്റൊരു കപ്പലിലേക്ക് പമ്പ് ചെയ്ത് വേണം അത് അവിടെ നിന്ന് നീക്കാൻ. അതുകൊണ്ട് തന്നെ ഈ കപ്പലിലേക്കുള്ള ഈ ഇന്ധനം പമ്പ് ചെയ്യുന്ന നടപടി ഏതാണ്ട് 10 ദിവസം കൂടെ തുടരും. അതിനുശേഷം മാത്രമേ കപ്പൽ ഉയർത്തുന്ന നടപടി സ്വീകരിക്കുകയുള്ളൂ. അതിനാദ്യം കണ്ടെയ്നറുകൾ നീക്കം ചെയ്യണം, പിന്നീടാകും കപ്പൽ ഉയർത്തുക. ഈ കപ്പൽ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ കമ്പനി അധികൃതർ നടത്തി വരികയാണ്. അതിനുശേഷം മാത്രമേ ഈ കപ്പൽ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ഇപ്പോൾ ആശങ്ക ഉയരുന്നത് ഈ ഒരു വർഷം വരെ നീളുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനിടയിൽ കാലാവസ്ഥ മാറ്റമുണ്ടാകും. ഈ കാലാവസ്ഥ മാറ്റമുണ്ടായാൽ ഈ രക്ഷാദൗത്യം വീണ്ടും നീളുമോ എന്ന ആശങ്ക മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. അതിനിടയിൽ കപ്പലിലെ അവശിഷ്ടങ്ങൾ ദ്രവിച്ച് അത് മത്സ്യത്തൊഴിലാളികളുടെ വലയിലാകെ തന്നെ നാശനഷ്ടമുണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ഇതിനും തന്നെ അത്തരം പരാതികൾ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ദൗത്യം നീളുമെന്ന ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. ഏതാണ്ട് ഒരു വർഷം വരെ ഈ ദൗത്യം നീളാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.